റഷ്യയിലെ പാകിസ്ഥാൻ അംബാസഡർ സമീപകാലത്ത് ഒരു പ്രസ്താവന നടത്തി. ഈ പ്രസ്താവനയാകട്ടെ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയൊരു ചർച്ചയ്ക്കും ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ്. റഷ്യയിലെ പാകിസ്ഥാൻ അംബാസഡർ ആയിട്ടുള്ള ഫൈസൽ നിയാസ് തിർമിസിയയുടെ സമീപകാല പ്രസ്താവനയാണ് നയതന്ത്ര ലോകത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഒരു സ്വകാര്യ വാർത്താ പോർട്ടലിന് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആണവ സുരക്ഷാ രേഖകളെ അദ്ദേഹം പ്രശംസിച്ചു. ഇതോടൊപ്പം പശ്ചിമേഷ്യയിലെ സംഘർഷത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയും ആണവ കേന്ദ്രങ്ങൾ തമ്മിൽ ആക്രമിക്കില്ല എന്ന് ഞങ്ങൾ കരാർ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരസ്പര ഉറപ്പുകളുടെ ശക്തമായ ചരിത്രമുണ്ടെന്നാണ് അംബാസഡർ തിർമിസി പറയുന്നത്. ഒരു സാഹചര്യത്തിലും പരസ്പരം ആണവ നിലയങ്ങൾ ലക്ഷ്യമിടുന്നില്ലെന്ന് ഇരു രാജ്യങ്ങളും പരസ്പരം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. നിലവിലെ ആഗോള സാഹചര്യത്തിൽ ഇത്തരം ഉറപ്പുകൾ വളരെ പ്രധാനമാണ് എന്നും ഇയാൾ പറയുന്നു. പശ്ചിമേഷ്യയിലെ സ്ഥിതിയെക്കുറിച്ച് സംസാരിച്ച തിർമിസി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ ബുഷേർ ആക്രമിക്കപ്പെട്ടത് നമ്മൾ കണ്ടു എന്ന് പറഞ്ഞു. ആണവ നിലയത്തിന് നേരെ നേരിട്ടുള്ള ആക്രമണം നടന്നിരുന്നെങ്കിൽ ഇറാന് മാത്രമല്ല പാകിസ്ഥാനും മുഴുവൻ ഗൾഫ് രാജ്യങ്ങൾക്കും അതിന്റെ അനന്തരഫലങ്ങൾ ഗുരുതരമായി അനുഭവിക്കേണ്ടി വന്നേനെ. ഈ സംഭവത്തിൽ നിന്ന് ഇസ്രായേൽ ഒരു പാഠം പഠിക്കണമെന്നും ആണവ നിലയങ്ങൾ എല്ലായ്പ്പോഴും സുരക്ഷിതമായിരിക്കണമെന്നും ഇദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ബ്രിക്സ് സംഘടനയുടെ ഭാഗമാകാൻ പാകിസ്ഥാൻ ഇപ്പോൾ താല്പര്യപ്പെടുകയാണ്. ഇന്ത്യയുമായി റഷ്യയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ നിഷ്പക്ഷമായിട്ടുള്ള മധ്യസ്ഥത വഹിക്കാൻ റഷ്യയ്ക്ക് കഴിയുമെന്നും തിർമിസി സമ്മതിച്ചു. ഷാങ്ഹായ് SCOയിൽ ഇന്ത്യയുമായി പാകിസ്ഥാൻ ഇതിനകം പങ്കാളിയാണെന്നും ഇപ്പോൾ ബ്രിക്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചുരുക്കം പറഞ്ഞാൽ ബ്രിക്സിൽ ചേരാൻ വേണ്ടി ഇന്ത്യയുടെ കാല് പിടിച്ച് നടക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും. ന്യൂസ് ഡെസ്ക് മലയാളം.